വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആദിവാസി യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് KPCC മെമ്പർ PP ആലി. പോലീസ് പിടിച്ചുകൊണ്ടുപോയ യുവാവ് മരിച്ചതിൽ സംശയമുണ്ട്. CCTV കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്നും ആലി ചോദിച്ചു. ഗോകുൽ മരിച്ചിരുന്ന ദിവസത്തിൽ ആ ദുരൂഹത ജനങ്ങൾക്കുണ്ടാകുന്ന ദുരൂഹത പരിഹരിക്കാൻ വേണ്ടി CCTV കാണണമെന്ന് ഞങ്ങളന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ട് പറയുകയും DYSPയോടും CIയോടും SP സ്ഥലം സന്ദർശിച്ചപ്പോഴൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടതുമാണ്. അപ്പോൾ ഞങ്ങൾക്കിതിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. അതുകൊണ്ട് CCTV കാണണമെന്ന് ഞങ്ങൾ അന്ന് പരസ്യമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അന്നും പോലീസ് ഈ സമരത്തെ തണുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മേലെന്ന് ഓർഡർ കിട്ടണം, അത് കിട്ടിയതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന് പറയുക എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് അത് കാണിക്കാനോ ആ ജനങ്ങൾക്കുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കാനോ അന്ന് പോലീസ് തയ്യാറായിട്ടില്ല. ലിനറ്റ് വർഗീസ് ഉണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ലിനറ്റ്, ഇക്കാര്യത്തിൽ ആദ്യം വലിയ രീതിയിലുള്ള ദുരൂഹത ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും പിന്നീട് അക്കാര്യങ്ങളൊക്കെ തണുത്തു പോകുന്നതാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ കുന്നംകുളം മർദ്ദനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇക്കാര്യങ്ങൾ സജീവമായി ചർച്ചയാകുമ്പോൾ ഇവരിതിനെ ഏത് രീതിയിലാണ് ഫോളോ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിവരാവകാശം അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടാനാണോ തീരുമാനം? എന്താണ് അവരുടെ പ്ലാൻ? തീർച്ചയായും സംഗീത, ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കാണണമെന്ന ആവശ്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് അന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെയും മറ്റ് നാട്ടുകാരുടെയും നേതൃത്വത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കേസിനാസ്പദം ഈ ഏപ്രിലാണ്, കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് നിന്ന് പെൺസുഹൃത്തിനൊപ്പം കസ്റ്റഡിയിലെടുത്ത ഗോകുലിനെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസുകാരുടെ അനാസ്ഥയാണ് ഇത് എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാരും കുടുംബവും ഒക്കെ തന്നെ സ്ഥലത്തെത്തുകയും അവരെ വിവരം താമസിച്ചാണ് അറിയിച്ചതെന്നും കുടുംബം ആരോപിച്ചിരുന്നു. തുടർന്ന് ഈ ഗോകുലിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയിരുന്നു. ഈ ഒരു കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനും വിട്ടിരുന്നു. നിലവിൽ ഈ ഗോകുലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്നതിനെ തുടർന്ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്ത് കാണിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ KPCC മെമ്പറായിരിക്കുന്ന PP ആലി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ തങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടി വിവരാവകാശം കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വിവരാവകാശം നൽകിയും അത് എത്രയും പെട്ടെന്ന് CCTV കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നില്ലെങ്കിൽ മാത്രമല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകൂ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളാണ് പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവും പോലീസുകാരുടെ ഭാഗത്തുള്ള വീഴ്ചയും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെയും അതോടൊപ്പം കോൺഗ്രസും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ആ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഒരു ആദിവാസി യുവാവിനെയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി. തീർച്ചയായും ലിനറ്റ്, എന്താണെങ്കിലും വീണ്ടും അത് സജീവമായ ചർച്ചകളിലേക്ക് വരികയാണ്. വയനാട്ടിൽ നിന്നും ലിനറ്റ് വർഗീസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.